അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാനിങ്ങനെ ഈ ഒരു ചർച്ച ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ മഹല്ല് സംവിധാനങ്ങളുടെ എംപവറിങ്, നമുക്ക് കോടിക്കണക്കിന് സ്വത്തുകളും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളൊക്കെ സമ്പുഷ്ടമാണ്. ഒരുപാട് നമ്മുടെ ദീനീ ചലനങ്ങൾ നടക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അതൊന്നും കൂടി നമുക്ക് സ്ട്രെങ്തനായിട്ട് ഒന്നും കൂടി എംപവർ ചെയ്യാൻ പറ്റുമോ എന്ന ഒരു നമ്മുടെ കോഴ്സുകളും മറ്റൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു പുനരാലോചന. അതെ, ആ സമയത്താണ് ഒരു പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മഹല്ല് എംപവറിങ്ങിൻ്റെ സാധ്യത, അത് സാധ്യമാണോ? യെസ്, അതിനെക്കുറിച്ചൊന്ന് നമ്മളിങ്ങനെ. തീർച്ചയായിട്ടും. കാരണം മഹല്ല് എന്ന് പറയുന്നത്, പലപ്പോഴും മഹല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ഒരു പള്ളി. അതെ അതെ അതെ, ശരി. ഒരു പള്ളി, അപൂർവമായി ചില സ്ഥലങ്ങളിൽ പള്ളിയോട് ചേർന്നൊരു ഓഫീസും. ഇതാണ് ആ പള്ളിയുടെ ഭംഗി, അതിൻ്റെ ആർക്കിടെക്ചർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ഇതാണ് വരുന്നത്. ശരിക്കും മഹല്ല് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ പ്രായമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കുടുംബമുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കൂട്ടങ്ങളുണ്ട്. വ്യത്യസ്ത അർത്ഥം ഉൾക്കൊള്ളുന്ന വലിയൊരാൾക്കൂട്ടമാണ്. ഇവർക്കെല്ലാം ഒരു നാളെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു സേവന മേഖലയാണ്, അല്ലെങ്കിൽ സേവന ഭാരമുള്ള, അല്ലെങ്കിൽ സേവന ഉത്തരവാദിത്വമുള്ള ഒരു ബോഡിയാണ് കമ്മിറ്റി, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. ശരിക്കും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാവിയിൽ ഈ സമൂഹം എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ, അതായത് തലമുറയെ സൃഷ്ടിക്കാൻ ഒരു മഹല്ല് കമ്മിറ്റിക്ക് സാധിക്കും. തീർച്ചയായും. അവരുടെ ആരോഗ്യം, കാരണം ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി, നമ്മുടെ മലബാർ ഏരിയ ഒക്കെ ആണെങ്കിൽ വിശേഷിച്ചും വലിയൊരു എമൗണ്ട് ചെലവഴിക്കുന്നത് മെഡിക്കേഷൻ, ചികിത്സക്ക് വേണ്ടിയാണ്. അതും ഹോസ്പിറ്റലുള്ള നാടുകൾ വരെ നമ്മുടെ മലബാർ ഏരിയ. തീർച്ചയായും ഹോസ്പിറ്റലുകളുടെ പട്ടണം തന്നെ നമ്മുടെ മലബാറിൽ കാണും. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം വീണ്ടും വികസിക്കുകയാണ്, ആരോഗ്യം വികസിക്കുന്നില്ല. അതേ സമയത്ത് നമുക്ക് ആരോഗ്യം വികസിപ്പിക്കാൻ കഴിയും. പിന്നെ വിദ്യാഭ്യാസം, ഔദ്യോഗിക വിദ്യാഭ്യാസം ഒരുപക്ഷെ ധാരാളമാണ്. ഇപ്പോൾ പല പേരുകളിലുള്ള പ്രൊഫഷൻ ഇന്ന് യഥേഷ്ടം ലഭ്യമാണ്, അവൈലബിളാണ്. പക്ഷേ ആ പ്രൊഫഷനുകൾ കൊണ്ടുണ്ടാകേണ്ട ജീവിതം ഇല്ല. ആ പ്രൊഫഷൻ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു ലൈഫ് മോഡുണ്ട്, അതുണ്ടാകുന്നില്ല. യഥാർത്ഥമായ ഒരു ഇസ്ലാമിക് ലൈഫ് എന്ന് പറയാം. അതെ, ഇസ്ലാമിക് ലൈഫ്. കമ്മിറ്റിക്ക് ഇസ്ലാമിക് എന്നതുകൊണ്ട് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമനാണ്, മനുഷ്യൻ, നല്ലൊരു മനുഷ്യ ജീവിതം. അതാണ് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ ചർച്ചയും അങ്ങനെയാണ്, മനുഷ്യൻ. അപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞാൽ മഹല്ലുകളൊക്കെ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫലം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇനിയും നമുക്ക് ആവശ്യമുള്ള അളവ് ഇനിയും കുറേ അകലെയാണ്, ഇനിയും കുറേ മേലെയാണ്. അതായത് മഹല്ല് കമ്മിറ്റിക്ക് ഒരുപാട് ആസ്തി ഉണ്ടാകും, നല്ല ആർക്കിടെക്ചറുള്ള പള്ളികൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ടുണ്ടാകേണ്ട ഒരു കാമ്പാണ് പലപ്പോഴും മുഖ് നഷ്ടപ്പെടുക എന്ന് പോകും. അടിസ്ഥാന ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു. മഹല്ല് ചിലപ്പോൾ ദറസ് ഉണ്ടാവും. ഇന്ന് ഞാനൊരു മുദരിസിനോട് ഇങ്ങനെ, ഒരു പ്രധാനപ്പെട്ട സയ്യിദാണ്, അവരോടിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ സയ്യിദിനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മഹല്ലിൽ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താ? മുത്തഅല്ലിമീങ്ങൾ മുകളിൽ ഡ്രസ്സ് അലക്കിയിട്ടിരുന്നു, അത് പള്ളിക്കാട്ടിലേക്ക് പാറി വീണിട്ടുണ്ട്. കാറ്റ്, പ്രത്യേകിച്ചൊരു കടപ്രദേശമാണ്, കടലിൻ്റെ അടുത്തുള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും കാറ്റടിച്ചാൽ എന്ത് ചെയ്യും? അത് പാറി വീഴും. അപ്പോൾ ഈ കമ്മിറ്റിക്കാർ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, അതിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ്. എന്തുകൊണ്ട് മുത്തലിമികളത്? അപ്പോൾ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവിടെ അതിനു വേണ്ടിയുള്ള സൗകര്യം, ഫെസിലിറ്റീസ് അവിടെ വേണ്ടിയിരുന്നു, അതില്ല. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ കാമ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് ചില ചെറിയ മൈന്യൂട്ടായ പ്രശ്നങ്ങളിൽ ഒതുക്കുവാനും അതിൻ്റെ പരിഹാരത്തിലേക്കുമാണ് ഇന്നത്തെ മഹല്ല് കമ്മിറ്റിയും സംവിധാനങ്ങളൊക്കെ നീങ്ങുന്നത് എന്ന് ആശങ്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ വലിയൊരു അവരുടെ മൈൻഡോടുള്ള അധ്വാനം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർക്കുന്നതിലേക്ക് പോകുന്നു. അപ്പോൾ മഹല്ലിൻ്റെ ഉത്തരവാദിത്വം ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ തീർക്കാം, അതല്ലെങ്കിൽ രണ്ടാൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഇടപെടണം, അതിൽ ചുരുങ്ങുന്നു എന്നർത്ഥം. പകരം ആ ഒരു പ്രശ്നം ഇല്ലാത്തൊരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കാം, അതിൽ മഹല്ലിന് എങ്ങനെ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ മഹല്ലിലെ ഉത്തരവാദപ്പെട്ടവർ അവരൊരു പഠനത്തിന് സന്നദ്ധമാണെങ്കിൽ നമുക്ക്
കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയാൽ തീർച്ചയായും വാർഷികാടിസ്ഥാനത്തിൽ ഇന്ന് ബെനിഫിറ്റ് അഥവാ നമ്മൾ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിൽ, സാമൂഹിക ചുറ്റുപാടിൽ, ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള എല്ലാ സംഗതികളും, ആത്മീയതയുടെ പേരിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അതായത് ഇതൊക്കെ ഉണ്ടാകേണ്ടതൊക്കെ ആത്മീയതയുടെ പേരിലാണ് ഈ നേട്ടം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നേട്ടങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാക്കി തീർക്കാൻ അത് വാർഷികാടിസ്ഥാനത്തിൽ ഇന്ന അളവിൽ ഒരു 5 വർഷം കൂടുമ്പോൾ, ഒരു 20 വർഷം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അപ്ഡേറ്റ് ആയി പറയുകയാണെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റിക്ക് കൃത്യമായ വിഷനും അതിനുള്ള മിഷനും ഉണ്ടായിരിക്കണം. ആ വിഷനും മിഷനും വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ലോങ് ടൈം ആയിട്ടുള്ളതും ഷോർട്ട് ടൈം ആയിട്ടുള്ളതും. കേവലം ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തുകയല്ല, എന്നാലും പലപ്പോഴൊക്കെ ചില കമ്മിറ്റികളൊക്കെ വരുമ്പോൾ ഞങ്ങളെ കമ്മിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നടത്തുക എന്നതിലപ്പുറം കമ്മിറ്റി വരുമ്പോൾ കമ്മിറ്റിക്ക് കൂടി എന്ത് വേണം, കൃത്യമായ വിഷനും മിഷനും വേണം പഠിക്കാൻ പറ്റണം. അങ്ങനെ അതായത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ആ നാട്ടിലെ ഒരു അധ്യാപകൻ അങ്ങനെയുള്ള ആൾക്കാരാണ് കമ്മിറ്റിയിൽ വരിക, നമ്മുടെ നാട്ടിലെ. അപ്പോൾ അവർക്കറിയാവുന്ന ഒരു ലെവലിലാണ് അവരെപ്പോഴും ചെയ്യുന്നത്. അതൊക്കെ പ്രശംസനീയം തന്നെയാണ്. എല്ലാവരും സേവനമായിട്ടാണ് ചെയ്യുന്നത്, ആരും ഒരു തൊഴിലായിട്ടല്ല ഈ മഹല്ലിൽ സേവനം ചെയ്യുന്നതൊക്കെ. അവരൊക്കെ അവരുടെ ഒരു സേവന മനോഭാവത്തിൻ്റെ പേരിൽ ആകാവുന്ന സേവനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഇനിയും സാധ്യതകളുണ്ട് പഠിക്കുകയാണെങ്കിൽ. കാരണം നമ്മളിപ്പോൾ ഏത് മഹല്ലിൽ ചെന്നാലും യഥേഷ്ടം മുസ്ലിം ജനസംഖ്യ കൊണ്ട് സമ്പുഷ്ടമായൊരു പ്രദേശത്ത് പോലും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്താൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തുകൂടെ, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദീർഘസമയം ബ്ലോക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ മറ്റൊരാൾ ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ആ ബ്ലോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ കോടികളുടെ ഡേർട്ടി ബിസിനസ് നടക്കുന്ന ഒരു ദുരാചാരമാണത്. ആ ദുരാചാരത്തിൻ്റെ പേര് ഒരു ഇസ്ലാമിക് ടച്ചാണ്, അതായത് നേർച്ച എന്നാണ് പേര്. നേർച്ചയും ഇതും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല. കാരണം അതൊരു നിയമപാലകരുടെയൊക്കെ നേതൃത്വത്തിൽ കൂടി നടക്കുന്ന ഒരു പൊതു സംവിധാനം, മതത്തിൻ്റെ ഒന്നും അല്ലത്. പക്ഷെ അതിന് നേർച്ച എന്ന പേരുണ്ട്, പേര് നേരത്തെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സാമുദായികമായി അവിടെ നടക്കുന്നത് ഭയങ്കര ജീർണതകളാണ്, ശൈഥില്യമാണ്. കാരണം എല്ലാ ഡേർട്ടി ബിസിനസ്സും അതിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ടെന്നാണ് ഒരു കുറഞ്ഞ സമയത്തെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത്. ആ പ്രാദേശികരായ പലരും അത് പറയുന്നു. പങ്കെടുക്കുന്ന മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. യെസ്. എന്നാൽ അതിലപ്പുറം സബ് പറഞ്ഞ അങ്ങനത്തെ ഒരു അനുഭവം, നേർച്ച എന്ന പേരെങ്കിലും ഉണ്ട്. ഇത് ഞാനൊരിക്കൽ മമ്പുറം സിയാറത്തോ മറ്റോ കഴിഞ്ഞ് യാത്ര തിരിച്ചിരുന്ന സമയത്ത് രാത്രി 2 മണിക്ക് പോലും റോഡിൽ ബ്ലോക്ക്, പെരും ബ്ലോക്ക്. ഈ സമയത്ത് അന്യമതസ്ഥരുടെ ഒരു ആഘോഷം മറ്റും നടക്കുകയാണ്. പക്ഷേ അവിടെ മുഴുവനും മേജർ കമ്മ്യൂണിറ്റി, മേജറായിട്ട് അവിടെ പങ്കെടുക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എത്രത്തോളം ഒരു വിഷമമുണ്ടാക്കുന്ന സംഗതിയാണത്. അതായത് പലപ്പോഴും സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, ഈ മറ്റൊരു വിഭാഗത്തിൻ്റെ ആചാരങ്ങളിൽ പങ്കുകൊള്ളൽ അത് സൗഹൃദമല്ല, അതൊരു അപകടമാണ്. കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി അവർക്കൊരു പക്ഷെ മറ്റൊരു കമ്മ്യൂണിറ്റിയിലെ ആചാരത്തെ ഉൾക്കൊള്ളാനോ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിന്ദിക്കാതിരിക്കുക എന്നതല്ലാതെ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം ഇവരുടെ വിശ്വാസം അല്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ അവരുടെ ആചാരങ്ങളിൽ പോയിട്ട് ഇവർ പങ്കുകൊള്ളാൻ പാടില്ല. പകരം ചെയ്യേണ്ടത് അവർ നടത്തുന്നതിനെ ബഹുമാനപൂർവ്വം കാണുക. അവരത് അതിന് തർക്കമോ മറ്റോ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്, നിന്ദിക്കരുത്. അവർക്ക് ഒരു സഹായം ആവശ്യമാകുമ്പോൾ അത് ചെയ്യാം, അതൊരു വ്യക്തി എന്നുള്ളതിലേക്ക് സഹായമാകുമ്പോൾ അത് ചെയ്യാം. അല്ലാതെ ആ ആചാരത്തിന്റെ ഭാഗമാകുന്നത് അതൊരു സതുദ്ദേശപരമല്ല. ഞാൻ ചിന്തിച്ച അതല്ല, ഞാൻ ചിന്തിച്ച അതിൻ്റെ അപ്പുറം ഇതിനൊക്കെ നമ്മുടെ ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള ഒരു പ്രദേശം. യെസ്. അവിടെ നമ്മുടെ മഹല്ല് സംവിധാനം ഇതിൽ ഇടപെടുന്നിടത്ത് പരാജയപ്പെടും. ഞാൻ ആ പദപ്രയോഗം വരുമ്പോൾ ഈ കാലഘട്ടം ആയതുകൊണ്ട് ക്ലാരിറ്റി വരുത്തിയതാണ്. കാരണം പലപ്പോഴും ഇന്നങ്ങനെയാണ് സമൂഹം തെറ്റിദ്ധരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററും കൂടിയാണ്. അതുകൊണ്ടാണ് ആ ഭാഗം അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ഇവിടെ നമ്മളെ ചർച്ചാ വിഷയം ഇവിടെ ഒരു മഹല്ലിന് എന്തുകൊണ്ട് ഇടപെടാൻ പറ്റുന്നില്ല
പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഇൻസിഡന്റൽ ഇടപെടലാണ് ഒരു ഇൻസിഡന്റൽ ഇന്റർവെൻഷൻ, അതായത് ആ സംഭവം ഉണ്ടായതിനു ശേഷം അതിൽ ഇടപെട്ട് അതിനെതിരെ ശബ്ദിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് അപ്പോൾ അത് ഭയങ്കര പ്രശ്നത്തിലേക്കും നാട്ടുകാർക്കിടയിലേക്കും കോൺഫ്ലിക്റ്റിലേക്ക് എത്താണ് ചെയ്യുക. തമ്മിലൊരു തർക്കം ഉണ്ടാക്കി തീർക്കുക, ഒരു കൂട്ടരെ നിന്ദിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക, ബ്ലെയിമിങ്, അത്രമാത്രമേ ഉള്ളൂ. പകരം മുൻകൂട്ടി ഒരു സമൂഹത്തിന് ആദർശബോധം സൃഷ്ടിക്കുക, ആചാരബോധങ്ങൾ സൃഷ്ടിക്കുക, ആചാരങ്ങൾ സമ്പുഷ്ടമായി നടക്കുക. ഇത് കൃത്യമായ ഒരു വിഷനും മിഷനും ഒരു കമ്മിറ്റിക്ക് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു മഹല്ല് ഖത്തീബിനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നടക്കും. ഇതിൽ 2-3 രീതിയിൽ നടക്കാം. ഒന്ന്, മഹല്ല് കമ്മിറ്റി ഇത്തരം ഒരു പ്രോഗ്രാമിന് സന്നദ്ധമാണെങ്കിൽ നമുക്ക് അവരെ ശാക്തീകരിക്കാൻ കഴിയും. മറ്റൊന്ന്, ഒരു ഖത്തീബ് എന്ന് പറയുന്നത് പലയിടത്തും ഉദ്യോഗമാണ്, ജോലിയാണ്. നമ്മൾ ശരിക്കും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മൾ സമൂഹത്തോട് സംവദിക്കുന്ന ഒരു ഖത്തീബുണ്ട്. നമുക്ക് ഖത്തീബിൻ്റെ ഒരു കോഴ്സ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഒരു ഖത്തീബ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ലീഡറാണ്. ആ പ്രൊജക്റ്റിൽ ഈ ഭാഗങ്ങളെല്ലാം കുട്ടികളെ എങ്ങനെ ശാക്തീകരിക്കാം, കുട്ടികളുടെ ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, അതുപോലെ മറ്റ് സ്കില്ലുകളിൽ എങ്ങനെ ഒരു മഹല്ല് ഖത്തീബിന് ഇടപെടാം, അതുപോലെ പാരൻസിനെ എങ്ങനെ പാരന്റിങ് പഠിപ്പിക്കും. കാരണം പാരന്റിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നടക്കും. പാരന്റിങ് ഒരു സമൂഹത്തെ പഠിപ്പിച്ചാൽ തന്നെ ഈ നാട് പെട്ടെന്ന് മാറും. പാരന്റിങ് പഠിക്കാത്തതാണ് വലിയൊരു അപകടം. കഴിഞ്ഞ നമ്മുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ബദർ സാദാത്ത് ഖലീഫ ഉസ്താദിന്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായ, മർമ്മപ്രധാനമായ ഒരു പ്രസ്താവനയായിരുന്നു. പാരന്റിങ് ഒരു സമൂഹം പഠിച്ചാൽ, നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പാരന്റിങ് ഒരു സമൂഹം പഠിക്കാൻ സന്നദ്ധമാണോ? തീർച്ചയായും. നമ്മളെടുക്കുന്ന പണികളുടെ ഒക്കെ വലിയൊരു അളവ് കുറക്കാം. ഇതിൻ്റെയൊക്കെ ഭാഗം മാറും. ഇതൊരു ഖത്തീബിന് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഖത്തീബ് ഒരു പ്രൊജക്റ്റ് ലീഡറാണ്. അങ്ങനെ ഒരു ഖത്തീബ് സന്നദ്ധമാണെങ്കിലും ഇതേ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഈ നാട്ടിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സാമൂഹിക ദുരന്തമായ അത്തരമൊരു ദുരാചാരത്തെ നമുക്കില്ലായ്മ ചെയ്യാൻ പറ്റും കുറഞ്ഞ കാലയളവ് കൊണ്ട്. കാരണം എന്ത് ചെയ്യണം, ഈ ഡേർട്ടി ബിസിനസ്സിലൂടെ ഏണിംഗ് നടത്തുന്ന ആൾക്കാർക്ക് ഒരു വൈറ്റ് മേഖലയിലൂടെ തന്നെ, ഒരു ബ്ലാക്ക് ഏരിയയിലൂടെ അല്ലാതെ നേരെ ചൊവ്വേ ഏണിംഗ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റണം. നമുക്ക് പറ്റും. ഒരു ഖത്തീബ് എന്നുള്ള നിലക്ക് കുറച്ച് നമ്മൾ എംപവേർഡ് ആകണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചാലും ആ അധ്വാനിക്കുന്നതിന് നിലവിലൊരു ഖത്തീബ് ഒരു ജോലിയായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏണിങ്ങിൻ്റെ 2-3 മടങ്ങ് സാമ്പത്തിക നേട്ടം, ആരുടെ ഔദാര്യമൊന്നും അല്ലാതെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ അതിന് സമാനമല്ലാത്ത അതിൻ്റെ താഴെയുള്ള ഏണിങ് നേടിയിട്ട് തന്നെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മുടെ സമൂഹത്തിൽ പലരും പലയിടങ്ങളിലും ഭീമമായ തുക ചെലവഴിച്ച് പഠിക്കുന്ന കോഴ്സുകൾ, ലൈഫ് സ്ട്രക്ചറായിട്ടുള്ള, ലൈഫ് സൊല്യൂഷൻ ആയിട്ടുള്ള കോഴ്സുകൾ, ഇദ്ദേഹത്തിന് അതിനേക്കാൾ സ്ട്രെങ്തനായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവിടെ കൊടുക്കുന്നതിനേക്കാളും ചെറിയ ഫീസ് വാങ്ങിയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് ആരുടെ ഔദാര്യമൊന്നും വാങ്ങേണ്ടതില്ല. ഒരു സമൂഹത്തെ ശാക്തീകരിക്കാം, വളരെ ഭംഗിയായിട്ടൊരു സമൂഹത്തെ മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു മഹല്ല് എന്നത് ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കുടുംബം ശാക്തീകരിക്കാൻ ഒന്ന് പാരൻറ്റിങ് ഒരു എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ പള്ളി എല്ലാത്തിനും ആശാ കേന്ദ്രമായിരിക്കണം. ഇപ്പോൾ പണ്ട് നമ്മൾ പറയുന്നുണ്ട്, എന്തെങ്കിലും നമ്മളെ മലബാറിലൊക്കെ പറയാറുണ്ട്, പള്ളിയിൽ പോയി പറഞ്ഞേക്കെന്ന് പറയും. പള്ളിയിൽ പോയി പറയാന്ന് പറയാം. അതിന് ഭയങ്കര അർത്ഥമുണ്ട്. സാധാരണ ഗതിയിലുള്ള ഒരു പള്ളിയിൽ പോയി പറച്ചിലല്ല. എല്ലാറ്റിൻ്റെയും പരിഹാരം അവിടെ ഉണ്ട്. അതെ, അതായത് പണ്ട് പറഞ്ഞു കേൾക്കാം, അസറിന് ശേഷമൊക്കെ കാരണന്മാരും മറ്റൊക്കെ എന്ത് ചെയ്യും, ഉസ്താദും ഖത്തീബും ഒക്കെ ആയിട്ടുള്ള ആ നാട്ടിലെ ഉമറാക്കൾ ഒരു പള്ളിയുടെ ചെരുവിലിരിക്കുന്നു. ആരെന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും അതിന് പരിഹാരമാകുന്നു എന്നൊക്കെ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിലും അത് നടന്നു പോന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നടപ്പിലാക്കിയ ഒരു ഭരണ രീതിയാണെന്ന് വേണേൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാം. അതായത് പള്ളി, ഒരു സ്ത്രീ ആയാലും കുട്ടിയായാലും മുതിർന്നവരായാലും അവർക്കൊരു പ്രയാസം പറയാൻ നബിതങ്ങൾ പള്ളിയിലുണ്ടാകും. പള്ളിയുടെ ചാരത്താണ്, പള്ളിയുടെ ചെരുവിലാണ് നബിതങ്ങൾ വിശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവർക്കും വരാം, എന്ന് വന്നിട്ട് നബിതങ്ങൾ ആശ്രയിക്കാം. എപ്പോഴും അവരെല്ലാം വന്ന് ആശ്രയിക്കുന്നു, എല്ലാറ്റിനും പരിഹാരമാകുന്നു. അതായത് ഇന്നത്തെ ഒരു ഭരണ സംവിധാനം നേരിടുന്ന ചില ഒരു ബ്ലാക്ക് ഏരിയ ഉണ്ട്. ആ ബ്ലാക്കും കൂടി വൈറ്റ് ആകുന്ന ഒരു മേഖലയാണ്. കാരണം അവിടെ അങ്ങനൊരു സേവനം ചെയ്യുമ്പോൾ അതിൻ്റെ മറുവശത്ത് മറ്റ് ഏണിങ്ങില്ല. അങ്ങനെ സേവനം ചെയ്യുന്നൊരു സേവനം. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസം.
ആ നാട്ടിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം അതിൻ്റെ കേന്ദ്രമായിരുന്നു പള്ളികൾ. അതെ അതെ. ഓത്തുപള്ളിയാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിപ്പോയത്, പിന്നീട് വികസിച്ച് മറ്റായി മാറിയത്. ശരിക്കും എല്ലാ വിജ്ഞാനവും പഠിക്കുന്ന ഒരു പഠന കേന്ദ്രമായിരുന്നു ശരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പഠന കേന്ദ്രം. അപ്പോൾ ഇനിയും നമ്മൾ ദർസ് പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ദർസ് പ്രൊജക്റ്റ് അതിലേക്കാണ് സൂചിപ്പിക്കുന്ന. ഒരുപാട് മുദരിസുമാർ ഇപ്പം നമ്മുടെ അതിലുണ്ട്, നല്ല കഴിവുറ്റ മുദരിസുമാരുണ്ട്. ഇനിയും അടുത്ത ബാച്ചിലേക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഏതായാലും അത്തരം ഒരു മഹല്ല് എന്നതിനെക്കുറിച്ച്, മഹല്ല് ഒരു എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കെട്ടിടമല്ല, അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്, ഒരു സാമൂഹ്യ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. അതിന് ധാരാളം വഴികളുണ്ട്. ആ വഴികളൊക്കെ വളരെ എളുപ്പം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോഴുള്ള മഹല്ല് കമ്മിറ്റിക്ക് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയും, പഠിക്കാൻ അവർ സന്നദ്ധമാണെങ്കിൽ. അവിടുത്തെ കമ്മിറ്റിയും അവിടുത്തെ സിസ്റ്റവും അവിടെ ഉള്ള സംവിധാനം തന്നെ അതന്നെ അതിനൊന്നും മാറ്റൊന്നും വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്ക് പരിഹാരം കാണാൻ, ക്രമേണ പരിഹാരം അതിൻ്റെ യഥാർത്ഥ റേഷ്യോ, യഥാർത്ഥ അളവിൽ പരിഹാരം കാണാൻ, ശാക്തീകരണം നടത്താൻ, വിദ്യാഭ്യാസത്തിൽ ശാക്തീകരിക്കാൻ, സാമ്പത്തികത്തിൽ ശാക്തീകരിക്കാൻ, എല്ലാം ആത്മീയതയുടെ പിൻബലത്തിൽ, ആത്മീയതയുടെ പേരിൽ, ആത്മീയതയിലൂടെ ഈ നേട്ടങ്ങൾ ആത്മീയതയിലൂടെ നേടണം. കാരണം സ്പിരിച്വാലിറ്റി എന്നത് ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്, അടിസ്ഥാന ആവശ്യം. ഇത് സാമ്പത്തികം കിട്ടുമ്പോൾ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്ന പൊതുസമൂഹത്തെ കൊണ്ട് കാണുന്നത്. തീർച്ചയായും അതിനൊന്നും മാറ്റാൻ കഴിയും. തീർച്ചയായും പറഞ്ഞാൽ പലപ്പോഴും ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത് അവർക്ക് കിട്ടേണ്ട പലതും കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് സമൂഹത്തോടൊരു പ്രതിഷേധം രൂപപ്പെടുക. ഈ പ്രതിഷേധത്തിൽ നിന്നാണ് സത്യത്തിൽ അവരിങ്ങനെ ആയി മാറുന്നത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ പോലും അനുഭവിക്കുന്ന, ഇസ്ലാമിൻ്റെ സോക്കോൾഡ് എന്ന് പറയാം, യഥാർത്ഥ ഇസ്ലാമിൻ്റെ പേരിലല്ല, അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് പലപ്പോഴും ഇസ്ലാം വിമർശകരായി മാറുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലിബറൽ ചിന്താഗതിയോട് പലരും ഒരു ഏറ്റുമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഏറ്റുമുട്ടേണ്ടതില്ല, അവരൊന്ന് വെന്റിലേറ്റ് ചെയ്താൽ മതി. വലിയ അറിയപ്പെട്ട ചാനലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് വലിയ കാര്യമായിട്ട് അനുഭവം പറയുന്ന ആൾക്കാർ അടിസ്ഥാനപരമായി അവരെന്തുകൊണ്ട് ലിബറലായി എന്ന് ചോദിച്ചാൽ ഇത്തരം പ്രതിഷേധമാണ്, പ്രതികാര മനോഭാവമാണ്. തീർച്ചയായിട്ടും എവിടുന്നോ ഇസ്ലാമിൻ്റെ പേരിൽ ആരുടെയോ പക്ഷത്ത് നിന്ന്, ഒരു അറിവില്ലാത്ത രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരിൽ തന്നെ എല്ലാവരും വലിയവരും അല്ലല്ലോ, പ്രത്യേകിച്ച് മദ്രസ സംവിധാനങ്ങളിൽ പണ്ട് കാലങ്ങളിലൊക്കെ എത്രയും സ്റ്റാഫുകളില്ലാത്ത സമയത്ത് പലരും അതിലെപ്പോഴും ഒക്കെ കുറച്ചു കാലം പള്ളി ദിവസം പോയവരൊക്കെ സ്റ്റാഫായി മാറുന്ന അത്തരം സമയത്തൊക്കെ അതിൻ്റെ അപാകത ഉണ്ടാകും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. പക്ഷെ ആ അപാകത കൊണ്ട് ഇവർക്ക് പ്രതികാര മനോഭാവം ഉണ്ടായി. അപ്പം ഇവരെ നമ്മൾ ശത്രുവായിട്ട് കാണണ്ട. പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതിക്കാർ, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ കൂട്ടുകാർ, ഈ കൊച്ചുമക്കൾ, ഈ കൊച്ചനുജന്മാർ, അവർക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ് ഈ വിമർശകരാകുന്നതും പ്രതികാരമുള്ളവരാകുന്നത്. അവർക്ക് ഇസ്ലാമിനോട് പ്രതികാരമൊന്നുമില്ല, അവരുടേതും കൂടിയാണ് ഇസ്ലാം. പലപ്പോഴും അവരറിയുന്നില്ല. ചില യുവാക്കളോടൊക്കെ അടുത്ത് വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. നമ്മുടെ ഇസ്ലാമിക സമൂഹം ഇത്രയും ഇപ്പോൾ മുമ്പൊരിക്കൽ നല്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രദേശത്തു നിന്ന് ഒരു യുവാവിനോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. ഇത്രത്തോളം ഇസ്ലാമിൻ്റെ പേര് നിരക്ഷരരാണോ അവര്? അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ മാലവും ബില്ലറൂറയായ സംഗതി പോലും അറിയാത്ത, അതായത് എല്ലാവർക്കും അനിവാര്യമായി അറിയുന്ന വിഷയങ്ങളിൽ പോലും അവർ അജ്ഞരാകുന്നു. എന്തുകൊണ്ട്? അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ അവരെ അഭിമുഖീകരിക്കുന്ന പ്രബോധകർ അവർ തുനിയുന്നില്ല. അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഇവരോട് അവരൊന്ന് അതിജയിക്കുക അല്ലെങ്കിൽ അവരോട് എതിർക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരും നല്ലവരാണ് സത്യത്തിൽ. അടിസ്ഥാനപരമായി ഇതിൽ എവിടുന്നോ കിട്ടിയ ദുരനുഭവം, ആ ദുരനുഭവത്തോട് അവർക്കൊരു പ്രതികാര മനോഭാവം ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ അവർ ലിബറൽ ചിന്താഗതി പ്രകടിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭൂരിപക്ഷവും ഞാൻ അല്ലാത്തവർ ഇതുവരെ കണ്ടിട്ടില്ല. ലിബറൽ ചിന്താഗതികൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടു, പക്ഷേ കണ്ടതിൽ എല്ലാവരും ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് അസുലിയായിട്ട് എന്തിനു ഇഷ്ടപ്പെടുന്നുണ്ട്? ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയും യഥാർത്ഥ ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശത്തെ അറിയാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയും അവർക്ക് എവിടെയോ ആ ഇരുട്ട് പതിച്ചു പോയി. അതിൻ്റെ പേരിൽ അവർ വിരോധിയാകും. ഏതായാലും ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ടോക്ക് സീരീസിൽ നമ്മൾ സമൂഹത്തിന് നൽകുന്ന പ്രധാന സന്ദേശം, മഹല്ല് എന്നത് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനപരമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനാവശ്യമായ ഒരു ഉറവിടമാണ്. അത് കൃത്യമായി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും.
നമുക്ക് മഹല്ലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും, കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും, സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും അതിന് ഇടപെടാൻ ധാരാളം മിഷനുകളുണ്ട്. ആ മിഷനുകൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്താലാണ് ഒരു വാർഷികാടിസ്ഥാനത്തിൽ ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തൽ എങ്ങനെയാണ്, അതിന് ഇന്ന് മഹല്ല് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊന്നും നേരിടുകയും ഇല്ല. ഇതൊരു സത്യമാണ്. ഇതിലേക്ക് ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ചർച്ച. കൂടെ പങ്കെടുത്തത് ഹംസ സഅദി ചേപ്പൂരാണ്. നമ്മുടെ ഹാപ്പി സോണിൻ്റെ ദർസുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ലീഡ് ചെയ്യുകയും അതിൻ്റെ പേരിൽ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഇതിൻ്റെ തുടർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കാണാം. ധാരാളം വിഷയങ്ങൾ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. തുടർന്നും ചർച്ചകളിൽ വ്യത്യസ്തരായ ആൾക്കാരിരുന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ഹാപ്പി സോണിൻ്റെ ഈ സംരംഭത്തിൻ്റെ കാതലായ വശങ്ങളെക്കുറിച്ച് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശബ്ദം കേട്ടതിന്, ഈ സന്ദേശം ശ്രവിച്ചതിന് സന്തോഷം അറിയിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ. വലൈക്കും അസ്സലാം.